നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കമൻറ്റിൽ ആൾക്കാർ ആഗ്രഹിക്കുന്ന റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ പോവാണ് ഗൈസ്. നമ്മുടെ പുതിയ വീടിൻ്റെ അപ്ഡേറ്റ്. നമ്മുടെ അപ്പുറത്ത് വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, കല്യാണത്തിൻ്റെ തയ്യാറെടുപ്പിനായിട്ട്. ഇവിടെയും ഒരറ്റത്ത് പണി നടക്കുന്ന ഗൈസ്. ഇതാണ് ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. കംപ്ലീറ്റ് ഒരു പച്ച തുണി വെച്ച് നമ്മൾ മറച്ചേക്കുകയാണ്. ഇതാണ് താൽക്കാലികമായി നമ്മൾ അകത്ത് കയറുന്ന ഗേറ്റ്. ഇത് ലോറിയൊക്കെ വരുമ്പോഴത്തേക്കും ടൈൽസ് ഇറക്കാനും സിമെൻ്റ് ഇറക്കാനും ഒക്കെ ആയിട്ട് തുറക്കുന്ന മുതുക്ക് ഗേറ്റാണ്. ഇതിലൂടെ നമ്മൾ തുറന്ന് കയറുമ്പോൾ ആദ്യം തന്നെ അമ്മച്ചേ ഇത് നോക്കൂ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ കണ്ണ് കിട്ടാതിരിക്കാനായിട്ടുള്ള കോലം. അതും കാണിച്ചിട്ട് തുടങ്ങാം. എനിക്ക് ടെൻഷനാണ് ഇത് കാണിക്കുമ്പോഴൊക്കെ. അച്ഛാ, സാധാരണ അപ്ഡേറ്റ് ഇടുമ്പോഴേ എന്തെങ്കിലുമൊക്കെ നിനക്ക് പറ്റും. അതെ, എനിക്ക് എന്തെങ്കിലും കാര്യമായിട്ട് പറ്റാറുണ്ട്, എനിക്കും കിട്ടാറുണ്ട്. അതെ, അത് ശരിക്കും 1-2 അപകടങ്ങളൊക്കെ നമ്മളിവിടെ കഴിഞ്ഞു. അതെ, ദൃഷ്ടിദോഷം ഈസ് റിയൽ എന്നാണ് എൻ്റെ വിശ്വാസം. അതിൽ വിശ്വസിക്കാത്ത ഒരുപാട് പേരുണ്ടെന്നറിയാം. എന്നാലും ഉള്ളിലൊരു ടെൻഷനാണ് ഗൈസ്. കാരണം എപ്പോഴൊക്കെ ഇതിൻ്റെ അപ്ഡേറ്റ് കാണിക്കുമോ അപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ വരും. പക്ഷേ ഇത് കാണിക്കാതിരിക്കുമ്പോഴത്തേക്കും കാണിക്കാതിരുന്നപ്പോൾ എനിക്കാ കിട്ടി തുടങ്ങിയത്. കാണിക്കാതിരുന്നപ്പോഴാ അതല്ലെങ്കിൽ കാണിക്കുമ്പോൾ നിനക്ക് കിട്ടും, കാണിക്കാതിരിക്കുമ്പോൾ എനിക്ക് കിട്ടും. 1-2 ആക്സിഡന്റ് ഒക്കെ പറ്റിയില്ലേ ഇവിടെ. അങ്ങനെ വെച്ചാൽ കാണിക്കാതിരിക്കുമ്പോൾ കിട്ടണത് കാണിക്കുമ്പോഴേ നിനക്ക് കിട്ടും, കാണിക്കാതിരിക്കുമ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അതെങ്ങനെ കിട്ടുന്നെന്ന് മനസ്സിലായില്ല എനിക്ക്. ഓരോരോ ആക്സിഡന്റ് ഇവിടുന്ന് മുകളിൽ. അല്ല, അതല്ല, എന്തുകൊണ്ട് കിട്ടുന്നു എന്തുകൊണ്ട് കിട്ടുമെന്ന് ആർക്കോ എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ മാക്സിമം ശ്രദ്ധിച്ചാലും ചിലപ്പോഴും ചില അപകടങ്ങളൊക്കെ പറ്റും. അച്ഛനാണെങ്കിൽ ഈ പണി സ്ഥലത്ത് നിൽക്കുന്നത് കാരണം കംപ്ലീറ്റ് പണികളാണ് ഗൈസ്. ഇതാണ് നമ്മുടെ കാർ പോർച്ച്, ഇതൊക്കെ നമ്മുടെ ബക്കറ്റ്. ഇത് അച്ഛൻ അല്ല, അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തതാണ്. അച്ഛന് മൊത്തത്തിൽ ഒരു ഒരു ട്രാവല് എന്ന് പറഞ്ഞാലേ, എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നമുണ്ടല്ലോ, അതിപ്പോ ഇത്തിരി കൂടിയിട്ടുണ്ട്. അപ്പൊ അതിൻ്റെതായ ചില ബുദ്ധിമുട്ട് എനിക്ക് വരുന്നുണ്ട്. അത് മാറിക്കോളും, മാറിക്കോളും. ഇത് ഗൈസ് പുതിയതായിട്ട് വെച്ച പടിക്കെട്ടാണ്. അച്ഛാ, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കാണിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ബ്രിക്ക് വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. ബ്രിക്ക് വർക്കായിരുന്നു. പ്രധാന കട്ടിട വെച്ച് 1ാമത്തെ നിലയിൽ ബ്രിക്ക് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഗൈസ്, ഇതാണ് പുറത്തുനിന്നുള്ള ഒരു വ്യൂ കേട്ടോ. ഇതാണ് നമ്മുടെ മെയിൻ താഴത്തെ നിലയിലോട്ടുള്ള ലിവിംഗ് റൂമിലോട്ടുള്ള എൻട്രൻസ്. ഇതാണ് നേരെ ഡയറക്റ്റ് മേളിലത്തെ ചില്ലിംഗ് ഏരിയയിലോട്ടുള്ള എൻട്രൻസ്. ഫ്രണ്ടിലെ സ്റ്റെപ്സ് ഒരു പ്രത്യേക രീതിയിലാണ് ആർക്കിടെക്ട് ചെയ്തേക്കുന്നത് അല്ലേ. വീതി, അതായത് സ്ലാബിന്റെ വീതി കുറച്ച്, പിന്നെ പടിയുടെ വീതി കൂട്ടി എടുത്തേക്ക് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഓരോ പണി കഴിഞ്ഞ് ലാസ്റ്റ് ലുക്ക് വരുമ്പോഴത്തേക്കും കാണാൻ നല്ല ഭംഗിയായിരിക്കും ഗൈസ്. ഇപ്പോൾ ഇതെല്ലാം ഒരു ജസ്റ്റ് ഒരു സ്കെലിറ്റൺ പോലെ കിടക്കുന്നതല്ലേ ഉള്ളൂ. ഇത് നമ്മുടെ മറ്റേ തേക്കിന്റെ കട്ടളയാണ് ഗൈസ്. അപ്പോൾ ഇത് പ്ലൈവുഡ് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട്. എനിക്കൊന്ന് തേഞ്ഞു പോകാതിരിക്കാനാണ്. തേഞ്ഞു പോകാനല്ല, ഇതിൽ സാധനങ്ങൾ കൊണ്ട് കയറുമ്പോൾ തട്ടി ചതയാതിരിക്കാനോ വേണ്ട പ്രൊട്ടക്ഷനായിട്ട്. ഇതാണ് ഗൈസ് നമ്മുടെ ലിവിംഗ് റൂം. ഇതൊരു ചെറിയ കോറിഡോറാണ് കേട്ടോ, നമ്മൾ ലിഫ്റ്റിലേക്ക് പോകുന്ന കോറിഡോർ. അതെ, ഇതാണ് നമ്മൾ ലിഫ്റ്റിന് വേണ്ടി വെച്ചേക്കുന്ന ലിഫ്റ്റിന്റെ പിറ്റ്. ഗൈസ്, ലിഫ്റ്റ് എന്തുകൊണ്ടാണ് ഞാൻ ഈ വീട്ടിൽ ചൂസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അച്ഛനും അമ്മയൊക്കെ പ്രായമാകുമ്പോൾ അവർക്ക് മേളിലോട്ടും താഴോട്ടും ഇറങ്ങാൻ ഇതൊരു വലിയ മുതൽക്കൂട്ടായിരിക്കും. അമ്മച്ചി ആച്ചിയമ്മയുണ്ട്, അവർക്ക് ഇപ്പോൾ മേളിലോട്ടും താഴോട്ടും ഇറങ്ങാൻ ഇത് ഭയങ്കര ഹെൽപ്പായിരിക്കും. പിന്നെ ഭാവിയിൽ ഇനി വർഷം പ്രഗ്നൻ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് എൻ്റെ റൂം മേളിലാണ്, അപ്പോൾ താഴോട്ട് ഇറങ്ങാനൊക്കെ ഇതൊരു കംഫർട്ടായിരിക്കും. ഇത് ഭീമാകാരമായ ഒരു ചെലവിനാണ് ഞാൻ വഴി വെച്ചത്. പക്ഷേ അതെ, ഇത് നമ്മൾ കാണുന്ന ലിഫ്റ്റിന് നല്ല എമൗണ്ട് ആണ് ഗൈസ്. നമ്മൾ മറ്റേ ഈ വാക്യൂം ലിഫ്റ്റ് അല്ല വെക്കുന്നത്. വാക്യൂം ലിഫ്റ്റ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ ടൈപ്പിലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതിന് നല്ല വിലയാണ് ഗൈസ്. ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും വെച്ചാൽ ഇവിടെ അടയും അല്ലേ. ഇവിടെ അടഞ്ഞിട്ട് ഇവിടെ ഒരു ഷോക്കേസ് വരും, ഈ ഭാഗത്തൊരു ഷോക്കേസ് വരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്തത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് സ്റ്റോറേജ് സ്പേസ് ആണ്. അത്യാവശ്യം നമുക്ക് ബുക്സ് ഒക്കെ വയ്ക്കുന്നുള്ള ചെറിയൊരു ലൈബ്രറി ആയിട്ട് നമുക്ക് അത് ഉപയോഗിക്കാം. ഇവിടെ വരുന്നവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇതാണ് സുഹൃത്തുക്കളെ നമ്മുടെ വിശാലമായ സെമി ഓപ്പൺ അടുക്കള ഇവിടെ വരും. ഇത് ഡൈനിങ് ഹാള്, ഇവിടെ ഒരു വാഷ് ബേസിൻ വരും. പിന്നെ ഈ സൈഡിലായിട്ട് ഒരു ബെഡ്റൂം, ഇതായിരിക്കും താഴത്തെ ഒരു ബെഡ്റൂം. ഇത് ബെഡ്റൂമിന്റെ ബാത്റൂം. കംപ്ലീറ്റ് പ്ലംബിംഗ് വർക്ക് ഇന്റേണലായിട്ട് ചെയ്ത് തീർത്ത് കഴിഞ്ഞു. പിന്നെ വയറിങ്ങിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പുകളെല്ലാം കഴിഞ്ഞു. വയറിങ് ഉടനെ ആരംഭിക്കും. ഇപ്പോൾ നമ്മൾ കല്യാണത്തിന്റെ തിരക്കായതുകൊണ്ട് തന്നെ അപ്പുറത്തെ വീട്ടില് സെറ്റപ്പ് ആക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലാണ്. അതിനുശേഷമായിരിക്കും ഇതിനകത്ത് പണി കുറച്ചുകൂടെ ഇൻറ്റൻസീവായിട്ട് തുടങ്ങുന്നത്. ഇപ്പോൾ ഇത് നോർമൽ രീതിയിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള യൂട്ടിലിറ്റി റൂം. ഇതിനകത്തായിരിക്കും വാഷിംഗ് മെഷീന്, കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിനകത്തായിരിക്കും.
പിന്നെ അത് ഒരു സ്റ്റോറേജ് ഏരിയ, അടുക്കളയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റോർ റൂമാണ് അവിടെ. പടിക്കെട്ട് നടന്ന് നമുക്ക് മേളിലോട്ട് ചെല്ലാം. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറാണ്, ഇത് ഗ്രൗണ്ട് ഫ്ലോർ. ഫസ്റ്റ് ഫ്ലോറിൽ കണ്ട, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ കണ്ടപ്പോൾ ഇതൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല അന്നൊരു മുതുക്ക് വിൻഡോ ഉണ്ടെന്ന് പറഞ്ഞാൽ അതാണ് ഈ വിൻഡോ. ഇത് ഇപ്പുറത്തെ ഒരു വിൻഡോ. ഇങ്ങനെയാണ് ഇപ്പോൾ ഈ റൂമിൻ്റെ ഒരു സിറ്റുവേഷൻ. മേളിലൊരു ഷാൻഡ്ലിയർ ഒക്കെ വരും. ഇവിടെ ആയിരിക്കും ടി വി ഇരിക്കുന്ന റൂമും. പുറത്തുനിന്നുള്ള ആൾക്കാർ വരുമ്പോൾ അവർക്ക് ചില്ലിയുള്ള ഏരിയ. ഇത് മറ്റേ ലിഫ്റ്റിൻ്റെ ഇതാണ് കേട്ടോ. ആ താഴെന്ന് വരുന്ന ലിഫ്റ്റ് വന്ന് തുറക്കുന്നത് ഇവിടെ ആയിരിക്കും. അല്ല, ഇവിടുത്തെ ലിഫ്റ്റിനൊരു പ്രത്യേകത, എല്ലാം ഒരു വശത്തല്ല തുറക്കുന്നത്. രണ്ടാം നിലയിൽ വരുമ്പോൾ ഇതിൻ്റെ പൊസിഷൻ മാറുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഫ്രണ്ടിലാണെങ്കിൽ ഇവിടെ വരുമ്പോൾ ഈ സ്റ്റെപ്പിൻ്റെ സൈഡിൽ തുറക്കും. ആ രീതിയിലാണ്. അപ്പോൾ രണ്ട് സൈഡിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതിന്റെ മേളത്തെ നിലയിൽ പോകുമ്പോൾ അപ്പുറത്ത് ഇവിടെ ആയിരിക്കും ഡോർ തുറക്കുന്നത്, ഇവിടെ വരുമ്പോൾ ഇവിടെ ആയിരിക്കും ഡോർ തുറക്കുന്നത്, താഴെ വരുമ്പോൾ ആ സൈഡിലായിരിക്കും ഡോർ തുറക്കുന്നത്. മോഡേൺ ടെക്നോളജിയാണെന്ന് തോന്നുന്നു സുഹൃത്തുക്കളെ. നമ്മൾ ലുലുവിലൊക്കെ പോകുമ്പോൾ ട്രിവാൻഡ്രത്ത് ഇങ്ങനെ നിൽക്കും, നമ്മൾ ലിഫ്റ്റ് വന്ന് കയറി കഴിയുമ്പോൾ ബാക്കിൽ തുറക്കും. അതുപോലത്തെ ഒരു സെറ്റപ്പാണ്. ഫസ്റ്റ് ഫ്ലോറിൽ കയറി കഴിയുമ്പോൾ ഇതാണ് അടുത്ത ഒരു ബെഡ്റൂം. ഇത് ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം കണ്ടോ, കംപ്ലീറ്റ് ടൈൽസ് ഫിറ്റ്. ടൈൽസ് ഒന്ന് പ്ലംബിംഗ് വർക്ക്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതെ, എന്തോന്ന് വെച്ചാൽ പ്ലംബിംഗ് വർക്ക്സ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഷവറിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പുകളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഇതൊക്കെ കോർ ഇട്ടിട്ടുണ്ട്. ഇനി ടൈൽസും വാട്ടർ പ്രൂഫിംഗ് ആണ്. അടുത്ത സെക്ഷൻ വാട്ടർ പ്രൂഫിംഗ്. അതെ, ഇത് ഇവിടെ നിന്നിട്ട് താഴെന്ന് കയറി വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റും ക്ലിയർ ആയിട്ട്. ഇത് ഇങ്ങോട്ട് കയറുമ്പോഴാണ് ഇതാണ് എൻ്റെ ബെഡ്റൂം. ഇതിൻ്റെ വാതിൽ ഇതാണ്. വാതിലിൽ കൂടെ കയറാം. എൻ്റെ ബെഡ്റൂം കയറി കഴിഞ്ഞാൽ ഇപ്പം ഇതുവരെയാണ് ഗൈസ് പണിയായിട്ടുള്ളത്. ഇവിടെ ഒരു പാർട്ടീഷൻ വരും ഇങ്ങനെ. ഇവിടെ ഒരു പാർട്ടീഷൻ വന്നു. അതെ, എന്നിട്ട് മറ്റേ ഒരു ബാൽക്കണി ആയിട്ട് ഈ വിൻഡോ ഇരിക്കുന്നു. ഇൻഡോർ ബാൽക്കണി. ഔട്ട്ഡോർ പുറത്തോട്ട് ഇത് ഇവിടെ വിൻഡോസ് തുറക്കാൻ പറ്റത്തില്ല. ഇത് ജസ്റ്റ് ഇങ്ങനെ ടിൽറ്റ് ചെയ്യാൻ പറ്റുന്ന വിൻഡോസ് ആയിരിക്കും ഇവിടെ വരുന്നത്. ഇനി ഇവിടെ ഒരു ചെറിയൊരു വർക്ക് ഏരിയ പോലെ, വർക്ക് സ്പേസ്, ഒരു മാക്കൊക്കെ അങ്ങനെ വെച്ചിട്ട് അവിടെ നമ്മൾ സെറ്റപ്പ് ചെയ്യും. പിന്നെ ഇതായിരിക്കും എൻ്റെ വാർഡ്രോബായിട്ട് വരാൻ പോകുന്നത്. അതെ, വാക്കിൻ വാർഡ്രോബായിട്ട് വരും. ഇത് എൻ്റെ ഇവിടുത്തെ ബാത്റൂം. ഇതിനകത്തും കംപ്ലീറ്റ് ഫിറ്റിങ്സും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കണതേ ഉള്ളൂ. അല്ല, അകത്തുള്ള ഫിറ്റിങ്സ് നടന്ന് പുറത്തുള്ളത് ഇനി നടക്കണം. പ്ലംബിംഗ് വർക്ക്സ് കംപ്ലീറ്റ് കഴിഞ്ഞു. അതെ, അത് ഷവർ, റെയിൻ ഷവർ ഏരിയ, റെയിൻ ഷവറും കാര്യങ്ങളൊക്കെ ഇവിടെ വരും. അതൊക്കെ ഭാവിയിൽ നമ്മളിനി ഇന്റീരിയർ ചെയ്ത് തുടങ്ങുമ്പോഴേ അതൊക്കെ ഇത് മനസ്സിലാവുള്ളൂ. WC, അതായത് വാട്ടർ ക്ലോസറ്റ് വരുന്നത്. ഇവിടെ അകത്താണ് ഗൈസ് മറ്റേ ഫ്ലഷിംഗ് ടാങ്ക് ഉണ്ടല്ലോ, വെള്ളം നിൽക്കുന്ന ടാങ്ക് അകത്ത് വെച്ച് നമ്മൾ മൂടിയേക്കാണ്. ലെഡ്ജ് വാൾ കെട്ടിയത് ചെയ്തിരിക്കുന്നതാണ്. അതെ, അപ്പോൾ ഇത് ഇങ്ങനത്തെ ടൈപ്പ് ഒരു ക്ലോസറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ വാൾ മൗണ്ടഡ് ആയിരിക്കും. അപ്പോൾ കാണാൻ നല്ല രസമായിരിക്കും, ഭംഗിയായിരിക്കും അത്. ഇവിടെ ഒരു വാഷ് ബേസിനൊക്കെ വരും. ഇവിടെ ജഗ്ഗൂസി. അതെ, അപ്പോൾ ഇതാണ് ജഗ്ഗൂസിയുടെ പോർഷനാണ്. ഇതെല്ലാം അകത്തൂടെ പണി നടന്നേക്കുന്നതാണ് കേസ്. എന്നിട്ട് അവര് പൂശി എല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കാണ്. അതെ, ഇനി മേളിലോട്ട് പോവാ. ഇനിയിപ്പോൾ ഇതിൻ്റെയും അടുത്ത് വാട്ടർ പ്രൂഫിംഗ് ആണ് അടുത്ത. ഇതൊക്കെ എന്താ വെച്ചാൽ ചുമര് വരച്ച് വെച്ചേക്കുന്നത്? അല്ല, ഇതിൻ്റെ സർക്യൂട്ടാണ്. മറ്റേ വെള്ളം പോയേക്കുന്നതിൻ്റെ അല്ല, വെള്ളം പോയേക്കുന്നതിൻ്റെ അല്ല, റെയിൻ ഷവറില്ലേ, റെയിൻ ഷവറിൻ്റെ സർക്യൂട്ടാണ്. ആ രീതിയിലാണ് ഈ സർക്യൂട്ടാണ് അതിനകത്ത് ചെയ്ത് വെച്ചേക്കുന്നത് അല്ലേ? ഓക്കെ. ഇതിൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ മേളിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറുന്നതായിരിക്കും സുഹൃത്തുക്കളെ. സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് ഏരിയ കംപ്ലീറ്റ് വരുന്നത്. റെക്രിയേഷണൽ ആക്ടിവിറ്റി. നമ്മൾ താഴെ കണ്ട ലിഫ്റ്റ് ഇവിടെ വന്ന് തുറക്കും, ഇവിടെ വന്ന് ഓപ്പൺ ആവും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ ഇൻഡോർ ജിമ്മ്. അല്ലെങ്കിൽ ഭാവിയിൽ ഇതൊരു ബെഡ്റൂം ആക്കണമെങ്കിൽ ബെഡ്റൂം ആക്കാം നമുക്ക്. ഇപ്പോൾ ജിമ്മെന്നും പറഞ്ഞ് ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ അല്ലേ? ഒരു ബെഡ്റൂം ആക്കണമെങ്കിൽ ഇതൊരു ബെഡ്റൂം ആക്കാം. പക്ഷേ ഇവിടെ ആളില്ലാത്തിടത്തോളം കാലം ഇത് നമുക്കൊരു ജിമ്മായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അതിനുള്ള എക്യുപ്മെൻറ്റ്സ് ആയിരിക്കും ആദ്യം ഞാൻ വെക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ ഹോം തിയേറ്ററിന് വേണ്ടിയിട്ട് ചെയ്തിട്ടേക്കുന്ന സ്പേസാണ്. അപ്പോൾ ഹോം തിയേറ്റർ ചെയ്യാൻ നമ്മളൊരു ടീമിനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരാളുമായിട്ട് സംസാരിച്ചു, 2-3 പേര് സംസാരിച്ചു. 2-3 പേരായിട്ട് സംസാരിച്ചു. നല്ല ടീമാണ് അവരെല്ലാവരും. എൻ്റെ അതിമനോഹരമായ പ്ലാന് കാരണം ആണ് ഇത്രയും വീടിന് ഡിലേ ആവുന്നത്. കാരണം ഒരുപാട് സാധനങ്ങൾ പതുക്കെ ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് ടൈം എടുക്കും. വീടിൻ്റെ പ്ലാൻ പഠിച്ചോണ്ടിരുന്ന സമയത്ത് അത് വെയ്, ഇത് വെയ്, മറ്റത് വെയ്,
അപ്പോഴൊന്നും ഞാൻ ഓർക്കുന്നില്ല ഇതിനൊക്കെ ശരിക്കും പൈസ ആവുമെന്നും ഇതിനൊക്കെ ശരിക്കും ടൈം എടുക്കുമെന്നും. രണ്ടും എടുക്കുന്നതുകൊണ്ടാണ് നമ്മുടെ വീട് പണി ഇങ്ങനെ നീണ്ടു നീണ്ട് പൊക്കോണ്ടിരിക്കുന്നത്. ഇത് ഇപ്പോൾ നമ്മുടെ പ്ലാൻ അനുസരിച്ച് ഒരു ഡാൻസ് ഫ്ലോർ ആണ്. ഇത് വേണമെങ്കിലും ഭാവിയിൽ നമുക്കൊരു ബെഡ്റൂമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇൻ കേസ് വേണമെങ്കിൽ നമുക്കൊരു ബെഡ്റൂം ആക്കാം. ഇത് നമ്മുടെ ഓപ്പൺ ബാൽക്കണി. ഇവിടെ ഭാവിയിൽ ചെറിയ ചെറിയ ചെടികളും കാര്യങ്ങളൊക്കെ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. റൂഫ് ഗാർഡൻ അത് വർഷയ്ക്ക് വേണ്ടി ഞാൻ വിട്ടുകൊടുത്തേക്കുന്ന ഏരിയകളിലൊന്നാണ് സുഹൃത്തുക്കളെ. പിന്നെ നടന്നു വരുമ്പോൾ ഒരു ചെറിയ ഇത് എമർജൻസി എക്സിറ്റ് ആണ് ഹോം തിയേറ്ററിന് വേണ്ടിയിട്ടുള്ള. ഇത് ഈ ഫ്ലോറിലത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വാഷ്റൂമും. അപ്പോൾ ഇതൊരു ചെറിയ ടോയ്ലറ്റും ഷവറിങ് ഏരിയ ആയിട്ട് കിടക്കും. ഇതും കഴിഞ്ഞ് നമ്മൾ മേളിലോട്ട് പോകുമ്പോൾ നമ്മുടെ 3rd ഫ്ലോറിൽ എത്തും. അവിടെയാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ ഇരിക്കുന്നതും നമ്മുടെ വാട്ടർ ടാങ്ക് വരാൻ പോകുന്നതും. ബാക്കി കാര്യങ്ങളെല്ലാം ഈ ഫ്ലോറിലായിരിക്കും. മേളിൽ കയറുമ്പോൾ നല്ല വ്യൂ ആണ് ഗൈസ്. ഈ ഏരിയയിലെ എല്ലാ തെങ്ങിൻ്റെ മണ്ടയും നമുക്കിവിടെ നിന്നാൽ കാണാൻ പറ്റാവുന്നതാണ്. ഇതൊക്കെ കണ്ടോ, ചെറിയ ചെറിയ കുത്തുകുത്ത്, ഇതെല്ലാം ഇവിടെ റെയിലിങ്സ് വെക്കാനായിട്ട് ഹോളിട്ട് വെച്ചേക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ടോപ്പ്, അതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂള്. അപ്പോൾ അത് സ്വിമ്മിംഗ് പൂളിൻ്റെ അടിയിൽ ഉള്ള സ്പേസ് ആണ്. അതിനകത്തായിരിക്കും സ്വിമ്മിംഗ് പൂളിൻ്റെ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും. പിന്നെ അതൊരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ആയിട്ടും അവിടെ ഇരിക്കും. ഇതെല്ലാം പൂളിനകത്തുനിന്ന് മറ്റേ വെള്ളം പമ്പ് ചെയ്യാനും വെള്ളം പമ്പ് ചെയ്ത് കളയാനും എന്താ വെച്ചാൽ പൂളിൻ്റെ പിന്നെ ഫിൽറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംവിധാനങ്ങളെല്ലാം വെക്കുന്നതിനുള്ള ഒരു ഏരിയ. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒന്ന് നടന്ന് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ ഇപ്പം കുറച്ചുകൂടെ പൊക്കമായി. ഇപ്പോൾ എനിക്ക് കൊമ്പൻ ചെല്ലികളൊക്കെ മേളിൽ നിന്ന് താഴോട്ട് നോക്കാം ഇങ്ങനെ. ഇതാണ് നമ്മുടെ ടോപ്പ് മോസ്റ്റ് റൂഫ്. ഇതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ ഇപ്പോൾ കിടക്കുന്നത്. ബാക്കിയുള്ള ഫിറ്റിങ്സ് വെള്ളം ഒഴിച്ചിട്ടില്ല. ബാക്കി മഴ പെയ്തപ്പോൾ കുറച്ച് നനഞ്ഞ് കിടക്കുന്നതാണ്. ഇത് കംപ്ലീറ്റ് ഈ കറുത്ത ഒരു ഗ്രേഷ് കളർ കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫിങ് കോമ്പൗണ്ട് അല്ലേ? എന്താ വെച്ചാൽ പറയുന്നത് വാട്ടർ പ്രൂഫിങ് കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇനി ഇത് സെറ്റായി കഴിഞ്ഞാൽ അടുത്ത എന്ത് തുടങ്ങും വെച്ചാൽ ഇതിപ്പോൾ അടുത്ത് ടൈൽസ് ഇടാൻ പോവേ. ടൈൽസ് ഇട്ട് ഈ ഫിറ്റിങ്സുമായി റെയിലിങ്സ് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓക്കെ ആവും. പിന്നെ അത് കഴിഞ്ഞാൽ ഇൻറ്റീരിയർ വർക്ക്സ് ആയിരിക്കും സ്കൂളിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിനൊക്കെ ഓരോ പ്ലാൻ ഉണ്ട്, അതനുസരിച്ച് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നിങ്ങൾ ഇത്രയും ദിവസമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഹോം അപ്ഡേറ്റ്. കണ്ടോ ഗൈസ്, ബ്രിക്ക് വർക്ക് കഴിഞ്ഞിട്ട് ഭീകര ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ചുമരുകൾ വന്നു, പൂശി, അത് വാട്ടർ കോട്ടിങ് അടിച്ചു, പ്ലംബിങ് കഴിഞ്ഞു. ഇത്രയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഇനി അങ്ങോട്ടാണ് വിസിബിളി ഭീകരം ചേഞ്ച് വരുന്ന രീതിക്കുള്ള സാധനങ്ങളൊക്കെ വരാൻ പോകുന്നത്. പെയിൻറ്റിങ്, ടൈൽസ്, ഇൻറ്റീരിയർ, അതൊക്കെ കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഇതൊരു പ്രോപ്പർ ഹോമായിട്ട് മാറി തുടങ്ങുന്നതൊക്കെ അപ്പോഴായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് സ്ട്രക്ചറായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ അല്ലേ ചാ? സ്ട്രക്ചർ കഴിഞ്ഞു. ഇപ്പോൾ ഇനി ഫിറ്റിങ്സ് മാത്രമേ ഉള്ളൂ, പെയിൻറ്റിങ്ങും ഫിറ്റിങ്സ് ഒക്കെ മാത്രമേ ഉള്ളൂ, ഇൻറ്റീരിയർ വർക്ക്സും ഒക്കെ ഉള്ളൂ. അതെ, നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഡിലേ വരുന്നതിൻ്റെ കാരണം കൂടെ പറഞ്ഞുതരാം. ഒരു ടീമിനെ മാത്രമേ നിർത്തുള്ളൂ. പ്ലംബിംഗ് ആണെങ്കിൽ പ്ലംബിംഗുകാരെ മാത്രം, ഇലക്ട്രീഷ്യൻസ് ആണെങ്കിൽ ഇലക്ട്രീഷ്യൻസ് മാത്രം, പെയിൻറ്റേഴ്സ് ആണെങ്കിൽ പെയിൻറ്റിങ് മാത്രം. എല്ലാവരെയും കൂടെ ഒരുമിച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നില്ല. എന്നിട്ട് ഇതിനൊക്കെ കുറേ സമയം കൊടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി നമുക്ക് സൂപ്പർവൈസ് ചെയ്യാൻ എളുപ്പമാണ്. അതോടൊപ്പം തന്നെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. പക്ഷേ സമയം കുറച്ച് കൂടുതലെടുക്കും. സാധാരണ ഇപ്പോൾ കോൺട്രാക്ട് വർക്ക് കണ്ടിട്ടില്ലേ, കെട്ടുന്നു, ഉടൻ തന്നെ പ്ലാസ്റ്റർ ചെയ്യുന്നു, ഉടൻ തന്നെ അവർ പുട്ടിയടിക്കുന്നു. ഇങ്ങനെ പാരലായിട്ടെല്ലാം ചെയ്തുകൊണ്ട് പോകുമ്പോൾ 6 മാസം 7 മാസം അല്ലെങ്കിൽ മാക്സിമം 1 വർഷം കൊണ്ട് വീട് പൂർത്തിയാക്കാൻ പറ്റും. പക്ഷേ നമ്മളങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ ടൈം എടുത്ത് അറ്റ് എ ടൈം ഒരു ടീമിനെ മാത്രം നിർത്തി പണിയെടുക്കുമ്പോൾ ടൈം ഡിലേ ഉണ്ടാവും. അതാണിപ്പോൾ കാണുന്നത്. അപ്പോൾ അതാണ് ഗൈസ് നമ്മുടെ വീട് പണിയുടെ ഇതുവരെയുള്ള കംപ്ലീറ്റ് അപ്ഡേറ്റ്. ഇനി ഒരു സൈഡിൽ കല്യാണം നടക്കും, ഇവിടെ വീട് പണി നടക്കും. കല്യാണം, വീട് പണി, വീട് പണി, കല്യാണം, കല്യാണം, വീട് പണി, വീട് പണി, കല്യാണം എന്നൊരു റൂട്ടിലായിരിക്കും പൊക്കോണ്ടിരിക്കുന്നത്. എന്നിട്ട് കല്യാണം കഴിഞ്ഞ് നമ്മൾ വന്ന് അവിടെ ആയിരിക്കും കയറുന്നത്. അതിനുശേഷം നമ്മളിത് ഫിനിഷ് ചെയ്ത് ഇങ്ങോട്ടും വരുന്നതായിരിക്കും. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിലുള്ള ചേഞ്ച് ഉണ്ടല്ലോ വെച്ചാൽ എനിക്ക് എത്ര ഓർത്തിട്ടും അത് എനിക്ക് ഡൈജസ്റ്റ് ആവുന്നില്ല. കാരണം അവിടെ മുറ്റത്ത് നടന്നിട്ട് ഇവിടെ വന്ന് മേളിലോട്ട് കയറുമ്പോൾ ഒരു ഭീകര ചേഞ്ച് ആയിരിക്കും. രണ്ട് എക്സ്പീരിയൻസ് ആയിട്ട് എടുത്താൽ മതി. അതെ, രണ്ടും നമ്മൾ താരതമ്യപ്പെടുത്തണ്ട. അതെ, രണ്ട് ലൈഫ് ആയിരിക്കും അല്ലേ? നമുക്ക് ചുറ്റും സ്ഥലം കൂടുതലുണ്ട്, നല്ല ഹരിതാഭയാണ്, പച്ചപ്പും ഹരിതാഭയും കൂടുതലാണ് കേസ് അവിടെ. അത് കണ്ട് വളർന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും വേറെ ഏതോ ഒരു ലോകത്ത് എത്തിയോലെ ആയിരിക്കും എന്ന് എനിക്ക് ഇപ്പോഴേ തോന്നുന്നു. ഒരു ഫ്ലാറ്റിനകത്ത് താമസിക്കുന്ന ഒരു പ്രതീതി ആയിരിക്കും ഇവിടെ വരുമ്പോൾ. ഫ്ലാറ്റിനെ കുറ്റം പറയണ ഞാനാണ്. എന്തായാലും നമുക്ക് അത്രയും ഓപ്പൺ സ്പേസ് അവിടെ ഇല്ല. കുടുംബം എവിടെയോ അതാണ് നമ്മുടെ വീട്. പക്ഷെ എന്നാലും
അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് നിൽക്കാം ഗൈസ് അല്ലേ? രണ്ടു അതെ, രണ്ടിടത്തൊക്കെ ആയിട്ട് നിൽക്കാം. എന്തായാലും ഇനി പിന്നെ കാണാം ഗൈസ് അടുത്ത വീഡിയോയിൽ. ലവ് യു, ബൈ ബൈ.